എല്ലാവർക്കും സ്റ്റഡി ട്രാവൽസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് 7ാം ക്ലാസ്സിലെ ഹിന്ദിയുടെ വാരിഷ് കെ ബാദ് എന്ന പാഠഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റീസുമാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, യഹാൻ ചിടിയാങ്ക ജരൂരി കം ക്യാ ഹോഗ. പാഠപുസ്തകത്തിൻ്റെ അത് നമ്മൾ പഠിച്ചിരുന്നു. അടുത്ത മഴ വരുന്നതിന് മുന്നേ ആയിട്ട് അവരുടെ ജോലികൾ ചെയ്ത് തീർക്കാനുള്ള പക്ഷികളുടെ നെട്ടോട്ടം ഓടുന്നതിനെ പറ്റിയും കലബല കൂട്ടുന്നതിനെ പറ്റിയും നമ്മൾ പഠിച്ചിരുന്നു. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ് ഇവിടെ ഈ പക്ഷികളുടെ അത്യാവശ്യ ജോലി എന്തായിരിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ, ബാരിഷ് സെ ബച്ചാക്കർ ജീനെ കെ ലിയെ എക് അച്ചി ജഗ ഡൂണ്ടന ഔർ ഖാന ഇക്കട്ട കർണ. ഇതൊക്കെ ആയിരിക്കാം അവരുടെ ജോലികൾ. എന്താണ്? ബാരിഷ് സെ ബച്ചാക്കർ മഴയിൽ നിന്നും രക്ഷപ്പെട്ട് ജീനെ കെലിയെ ജീവിക്കാൻ വേണ്ടി എക്ക് അച്ചി ജഗ നല്ല ഒരു സ്ഥലം ഡൂണ്ടിന് അന്വേഷിക്കണം. അവർ മരത്തിൻ്റെ ചില കൂടൊക്കെ കൂട്ടിയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പം മഴയിൽ നനയാതെ രക്ഷപ്പെട്ടിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടെത്തണം. പിന്നെ എന്താണ്? ഖാന ഇക്കട്ട കർണ, അവർ ആഹാരം ശേഖരിക്കണം അവർക്ക്. അതായിരിക്കാം അവരുടെ ജോലി. അടുത്ത ക്വസ്റ്റ്യൻ, ഉൾട്ടി नाव के पीछे भागते बच्चों का मनोभाव क्या होगा. ഉൾട്ടി ബഹത്തി മറിഞ്ഞ് ഒഴുകുന്ന തോണിക്ക് പീച്ചെ തോണിയുടെ പിറകെ ഭാഗത്തെ ഓടുന്ന ബച്ചോങ്ക കുട്ടികളുടെ മനോഭാവ് ക്യാ ഹോഗ അവരുടെ മനോഭാവം എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉൻകെ മന്മേ അവരുടെ മനസ്സിൽ പരിശാനി ഹോഗി അവർക്ക് പരിഭ്രമമായിരിക്കും അല്ലെങ്കിൽ വിഷമമായിരിക്കും. നാവ് ഔർ സവാരിയോങ്കോ തോണിക്കും തോണിയിലുണ്ടായിരുന്ന യാത്രക്കാർക്കും ക്യാ ഹുവ എന്തു പറ്റി. തോണിയിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് എന്തു പറ്റി, അത് മറിഞ്ഞു പോയല്ലോ, അതിൻ്റെ അകത്തുണ്ടായിരുന്നവർക്ക് എന്തു പറ്റി എന്നുള്ള ഒരു ആകുലതയാകാം കുട്ടികളുടെ മനസ്സിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കിച്ചിടുമേം സരോബർ ഗുഡു വി ഹസ്രഹാത്ത ഔർ ഗുഡിലീബി. ചെളിയിൽ കിടന്ന ഗുഡുവും ചിരിക്കുകയായിരുന്നു, അവനെ നോക്കി നിന്ന ഗുഡിലിയും ചിരിക്കുകയായിരുന്നു. ക്യാ ഐസെ കോയ് മജേദാർ അതുപോലെ എന്തെങ്കിലും രസകരമായ അനുഭവം ആപ്കെ ജീവൻ മേ നമ്മുടെ ജീവിതത്തിൽ ഹുവാഹേ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയാൻ ബതായിയെ പറഞ്ഞാലും. ആൻസർ നോക്കാം. ഏക് ദിൻ മേ അപ്പനെ ദോസ്ത് ലാൽ കെ സാത്ത് ഖേൽ രഹാ താ. ഏക് ദിൻ ഒരു ദിവസം, അപ്പനെ ദോസ്ത് എൻ്റെ കൂട്ടുകാരൻ, ലാൽ കെ സാത്ത് ലാൽ എന്ന് പറയുന്ന ആളുടെ കൂടെ, കെ സാത്ത് കൂടെ, ഹേൽ രഹാത്ത കളിക്കുകയായിരുന്നു. മേനെ ഉസ്സെ പീട്ട ഞാൻ അവനിട്ട് അടി കൊടുത്തു. ഔർ ഭാഗ അടിച്ചിട്ട് ഓടി. ബഹു മേര പീച്ചെ ദോട അവൻ എൻ്റെ പിറകെയും ഓടി. മേ കിച്ചടുമേ ഗിറുകയ ഞാൻ കിച്ചടിൻ്റെ അകത്ത് ചെളിക്കകത്ത് വീണു. വഹ് ഔർ മേം ഹസ എന്നിട്ട് രണ്ടുപേരും കൂടെ ചിരിച്ചു. ചെറിയ ഒരു അനുഭവമാണ് ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ എഴുതാവുന്നതാണ്. അടുത്ത ആക്ടിവിറ്റീസ് നോക്കാം. കഹാനി കെ ആധാർ പർ സഹി യ ഗലത്ത് ക നിശാൻ ലഗായിയെ. കഥയുടെ അടിസ്ഥാനത്തിൽ ശരിയും തെറ്റും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നിരിക്കുന്നത് ബച്ചെ ദോസ്തിമേ മസ്ത് രഹത്തെ ഹെ. അവർ കൂട്ടുകെട്ടിൽ അടിപൊളിയായിട്ട് അവരുടെ കൂട്ടുകെട്ട് അടിപൊളിയല്ലായിരുന്നോ? അപ്പോൾ അത് ശരിയാണ്. ബച്ചെ ബാരിഷ് മേ ഹെൽത്തെ ഹെ. കുട്ടികൾ മഴയത്താണോ കളിച്ചത്? അല്ലല്ലേ, മഴയ്ക്ക് ശേഷമാണ്. ബാരിഷ് കെ ബാദ് എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പം മഴയത്ത് അവർ കളിക്കുന്നതായിട്ട് ഈ കഥയിൽ പറഞ്ഞിട്ടില്ല, അപ്പോൾ അത് തെറ്റാണ്. ബച്ചേ കാഗജ് കി നാവ് ബനാത്തെ ഹെ. കുട്ടികൾ കടലാസ് തോണി ഉണ്ടാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ കടലാസ് തോണിയല്ലല്ലോ, ഇല കൊണ്ട്, പത്ത കൊണ്ട്, അതായത് ഇല കൊണ്ടാണല്ലോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാഗജ് കി നാവ് എന്നാണ്, അത് തെറ്റാണ്. പത്തേക്ക് നാവ് പളട്ട് ജാത്തി ഹെ. ഇലയുടെ തോണി മറിഞ്ഞു, അത് ശരിയാണല്ലോ. ഗോകുൽ ഗായ് ബർസാത്തി മൗസമേ ദിക്തി ഹെ. ഗോകുൽ ഗായ് മഴക്കാലത്താണ് കാണപ്പെടുന്നത്. നമ്മൾ പുസ്തകത്തിൻ്റെ അകത്ത് പഠിച്ചിരുന്നു ഗോകുൽ ഗായ് മഴക്കാലത്ത് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എന്ന്. അപ്പോൾ ആൻസർ ശരിയാണ്. കിച്ചിടുമേ ഗിർനെ പർ ഗുഡുനെ രോത്താ ഹെ. ചെളിക്കകത്ത് വീണ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗുഡു കരഞ്ഞു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റല്ലേ? ഗുഡു ചിരിക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ അത് തെറ്റാണ്. 3 തെറ്റാണ്, 3 ശരിയാണ്. അടുത്തത് നോക്കാം. പത്തേക്ക് നാവ് പളട്നെ പർ ക്യാ ഹുവ. ഇലയുടെ തോണി മറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ജോഡ്കർ ലിക്കോ.
ആദ്യത്തെ ചീണ്ടായിക്ക് എന്നാ പറ്റി? അതെന്നായിരുന്നു ചെയ്തത്? പാനീമേൻ തൈർക്കർ ടഹനിപ്പർ ആകെയ. ഒരു വെള്ളത്തിക്കട നീന്തി ചെന്നിട്ട് ഒരു മരച്ചില്ലയിലെ മരക്കൊമ്പിൽ അത് കയറിയിരുന്നായിരുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് തമ്മിലാണ് ചേരുന്നത്. ലാൽ കാല കീട, ചുവപ്പും കറുപ്പും ഉള്ള കീടയ്ക്ക് എന്താണ് സംഭവിച്ചത്? പത്തേക്ക് നാവുക്കെ നീച്ചെ ദിഖായി ദിയ. കുടിലി ചെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മറിഞ്ഞ തോണിയുടെ താഴെ വെച്ചിട്ട് നമ്മുടെ കീടയുടെ മുഖം കണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പത്തേക്ക് നാവുക്കെ നീച്ചെ, അതായത് ഇലയുടെ തോണിയുടെ താഴെ ദിഖായി പട, കാണപ്പെട്ടു. അടുത്തത് ഗുഡ്ഡു ഔർ ഗുഡ്ലി ഉൾട്ടി ബഹത്തി നാവുക്കെ പീച്ചെ ബാഗെ. മറിഞ്ഞ് ഒഴുകിക്കൊണ്ടിരുന്ന തോണിയുടെ പിറകെ ഓടി. ശരി, അത് തമ്മിൽ ചേരുമല്ലോ. ഇനി കേച്ചുവായ്ക്ക് എന്താണ് സംഭവിച്ചത്? മണ്ണിരയ്ക്ക് എന്താണ് സംഭവിച്ചത്? പാനിക്ക് അന്തർ ചലാകയ. അതെന്ത് ചെയ്തു? പാനിയുടെ ഉള്ളിലേക്ക് പോയി. ഇവിടെ നമ്പറിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾ എഴുതിക്കൊള്ളുക. ബാരിഷ് കെ മൗസം में गुड्डू और गुडली ने क्या क्या किया कहानी से चुनकर लिखो. ബാരിഷ് കാ മൗസം में, മഴയുടെ സമയത്ത് ഗുഡു ഓർ ഗുഡ്ലിനെ, ഗുഡുവും ഗുഡ്ലിയും ക്യാ ക്യാ കിയ, എന്തൊക്കെയാണ് ചെയ്തത്? കഹാനി സെ ചുൻകർ ലിക്കോ, കഥയിൽ നിന്നും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അവരെന്തൊക്കെ ചെയ്തു? വേ പത്തേക്ക് നാവ് തേർനേക്ക് കോഷിഷ് കർ രഹത്തെ. നമ്മൾ ടെസ്റ്റിൽ ആദ്യം തന്നെ പറയുന്നുണ്ട്, അവർ ഇലയുടെ തോണി ഉണ്ടാക്കിയിട്ട് ആ വെള്ളത്തിൽക്കൂടെ ഒഴുക്കി വിടാൻ നോക്കി. और അടുത്തത് എന്താണ്? നാവുമേ കുച്ച് സവാരിയം വി ജബർദസ്തി ബട്ടായി ഹുയി തീ. അവരെന്ത് ചെയ്തിരുന്നു? ആ ഇലയുടെ തോണിയിൽ അവർ കുറച്ച് യാത്രക്കാരെ നിർബന്ധിച്ചിരുത്തിയിരുന്നു. അവരെ പിടിച്ച് ആ ഇലയുടെ തോണിയിൽ വെച്ചിരുന്നു. അടുത്തത് വെ ഗോകുൽ ഗായ്ക്കോ ഡൂണ്ട. അവരെന്ത് ചെയ്യുമായിരുന്നു? ഗോകുൽ ഗായിനെ, മഴക്കാലത്ത് മാത്രം കാണപ്പെടുന്ന ഗോകുൽ ഗായിനെ മാച്ചിസിൻ്റെ ഡബ്ബിക്കകത്ത്, തീപ്പെട്ടിയുടെ കൂടിൻ്റെ അകത്തെടുത്ത് സ്കൂളിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടില്ലേ? അതാണിവിടെ 3 എണ്ണമാണ് എഴുതിയിരിക്കുന്നത്. ശബ്ദ് പഠേ കഹാനി സേ ഇൻകി വിശേഷത ബതാനെ വാല ശബ്ദ് ചുൻകർ ലിക്കോ. ഇവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി പുസ്തകത്തിൻ്റെ അകത്ത്, അതായത് ടെസ്റ്റിൻ്റെ അകത്ത് കഥയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത് ചേർത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മിട്ടി, എങ്ങനത്തെ മിട്ടിയാണെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്? നനഞ്ഞ മിട്ടിയിൽ, നനഞ്ഞ മണ്ണിൽ കൊന്നപ്പൂവ് കിടന്നപ്പോൾ അതിന് കൂടുതൽ കളറ് തോന്നിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനത്തെ മിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഗീലി മിട്ടി, നനഞ്ഞ മണ്ണ്. അടുത്തത് എന്താണ്? കീട, എങ്ങനത്തെ കീടയാണ്? ലാൽ കീട. നമ്മുടെ ഗോകുൽ ഗയ്യനെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അത് മിനുസമുള്ള ചുവപ്പ് കളറുള്ള കീടയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ലാൽക്കാല കീട എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. തോണിയിൽ അവർ ഇരുത്തിയത് ചുവപ്പും കറുപ്പുമുള്ള കീടയാണ്, അതും വേണമെങ്കിൽ എഴുതാവുന്നതാണ്. ഞാനിവിടെ ലാൽ കീട എന്നാണ് എഴുതിയിരിക്കുന്നത്. ഗോകുൽ ഗയ്യനെ പറ്റി പറയുന്ന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് നാവ്, തോണി എങ്ങനത്തെയായിരുന്നു? പത്തേക്ക് നാവ്, ഇലയുടെ തോണിയായിരുന്നു, അല്ലെങ്കിൽ ബാഗത്തി നാവ്. ഒത്തിരി പ്രാവശ്യം തോണിയെപ്പറ്റി അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. അടുത്തത് നാലെ, എങ്ങനത്തെ നാളയായിരുന്നു? തോട്ടിൽ പോയില്ലേ അവർ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി, അതെങ്ങനെയായിരുന്നു? വെർസാത്തി നാളെ, അതായത് മഴവെള്ളത്തിൻ്റെ ചെറിയ തോട്. അടുത്തത് മേടക്, നമ്മുടെ ഗുഡു പിടിക്കാൻ പോയ മേടക് എങ്ങനെയുള്ളതായിരുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ചോട്ടാ മേടക്, ചെറിയൊരു തവളയായിരുന്നു. അടുത്തത്, അപ്പോൾ മേടക്കിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ചോട്ട മേടക്, ചെറിയ തവള. അടുത്തത് മൂക്ക്, അതായത് എങ്ങനത്തെ മുഖമുള്ള ആയിരുന്നു? നമ്മുടെ തോണി മറിഞ്ഞ സമയത്ത് അവൾ ഗുഡിലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തോണിയുടെ അടിയിൽ കാല കീടനെ കണ്ടു. അതെങ്ങനെയാണ് വിശേഷിപ്പിച്ചിരുന്നത്? കാലാമൂക്ക്, കറുത്ത മുഖം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എഴുതിക്കൊള്ളുക. അടുത്ത ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫാഗ ദൗഡുമേ ഗുഡു ഫിസ്ല ഔർ ജാക്കർ കിച്ചിടുമേ ദം സെ ഗിർഗിയ. വെപ്രാളപ്പെട്ട് ഓടുന്നതിനിടയ്ക്ക് നമ്മുടെ ഗുഡു വീണു ചെളിയിൽ. എന്നിട്ട് എന്താണ്? ഹർ ആക്കർഫി, വീട്ടിൽ ചെന്നിട്ടും ഗുഡു ഹസ്തേരക, വീട്ടിൽ ചെന്നിട്ടും അവന് ചിരി നിർത്താൻ പറ്റിയില്ല. വഹി യാദോമേ ഹോഗയ, അവൻ ആ ചിന്തയിൽ ആയിരുന്നു. ഗുഡുക്കി ഡയറി ലിക്കോ, അവന് അങ്ങനെ ആലോചിച്ചിരുന്ന് ചിരിക്കുകയായിരുന്നു. അതേപ്പറ്റി ഒരു ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഡേറ്റും ദിവസവും എഴുതുക, അതിനുശേഷം ഡയറി എഴുതുക. ആദ്യം വാരിഷ് കാ ദിൻ ത, ഇന്നും മഴയുടെ ദിവസമായിരുന്നു.
बारिश के बाद മഴയ്ക്ക് ശേഷം मैं और गुडली खेलने के लिए बरसाती नाले में चले गया. मैं और गुडली ഞാനും ഗുഡലിയും खेलने के लिए കളിക്കാൻ വേണ്ടി ബർസാത്തി നാലി में തോട്ടിൽ ചലാ ഗയ തോട്ടിലെ വെള്ളത്തിൽ കളിക്കാൻ പോയി. ഹംനെ ഞങ്ങൾ പത്തേ കി നാവ് ഇല കൊണ്ടുള്ള തോണി ബർസാത്തി നാളയമേ ഭഗാദിയ അവർ ഇങ്ങനെ ഒഴുക്കി വിട്ടു. നാവുമേം തോണിയിൽ സവാരിയാം ഫീത്തി അവർ തോണിയിൽ കുറച്ച് യാത്രക്കാരെയും ഇരുത്തിയിട്ടുണ്ടായിരുന്നു. തോടാ ദൂർ ജാക്കർ നാവ് പലട്കിയ കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ തോണി മറിഞ്ഞു. ലാൽ കീടേക്കോ ചുമന്ന കീടേനെ അതായത് അതിലുണ്ടായിരുന്ന യാത്രക്കാരനായ ചുമന്ന കീടേനെ ഗുഡിലിനെ ബച്ചായ ഗുഡിലി രക്ഷിച്ചു. തബ് മേനെ ചാന്ദിനി തലേമേ ഗോകുൽ ഗായ്ക്കോ ഡൂണ്ട അവൾ അവനെ രക്ഷിച്ച് ആ മരത്തിൽ വെക്കാൻ പോയ സമയത്ത് ഞാനെന്ത് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ചാന്ദിനി മരത്തിൻ്റെ ചുവട്ടിൽ ഗോകുൽ ഗായിനെ തേടുകയായിരുന്നു. ഗുഡിലി ആത്തേ വക്ത് ഗുഡിലി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ മേനെ ഉസ് പേടുക്കോ ഹിലായ അതായത് ഗുഡിലി അവിടെ വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ അവൻ ആ മരം പിടിച്ച് കുലുക്കി. പേട് സെ പാനി ഗിർക്കർ മരത്തിൽ നിന്നുള്ള വെള്ളം വീണിട്ട് ഗുഡിലി തർബദർ ഹോഗയി അവൾ നനഞ്ഞു കുളിച്ചു. ഉസ്നെ മുജ ബഗായ ഔർമേ കിച്ചിടുമേ ഗിർഗിയ അവൾ എന്നെ ഓടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ ചെളിക്കകത്ത് വീണു. ഹംദോനും ഹസ് ഞങ്ങൾ രണ്ടുപേരും ചിരിച്ചു. ചെറിയൊരു ഭാഗമായിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കിത് വിശദമായിട്ട് എഴുതാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡയറി എഴുതാവുന്നതാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത പാഠത്തിൻ്റെ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും.